ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ഒന്നും അല്ല കേട്ടോ, ഒരു ചെറിയ വ്ളോഗാണ്. ചാനൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും, കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യക്കുട്ടന് ചുമയും ന്യൂമോണിയൊക്കെ കൂടിയിട്ട് ICHൽ ഞങ്ങൾ അഡ്മിറ്റായിരുന്നു. അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നമുക്കെന്തെങ്കിലും ഒരു പ്രയാസം വരുന്നതിനേക്കാളും നമുക്കൊരു ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വരുന്നത്. അപ്പോൾ അവന് ഇപ്പോൾ അത്യാവശ്യം കുറവുണ്ട്, എന്നാലും ചെറിയ ചുമയുണ്ട്. അപ്പോൾ ആശുപത്രിയും വീടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്നിട്ട് എനിക്കും ആകെപ്പാടെ ഒരു വല്ലായ്മയായിരുന്നേ. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെതായ ഒരു പ്ലാൻ ഉണ്ട്, എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ എവിടെയെല്ലാം പോകണം, എന്തൊക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്നൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ സുഡിയോയിലാണ് പോയത്, കോട്ടയത്തെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ മൾട്ടി ബ്രാൻഡ് സ്റ്റോറിലും അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റുഡിയോ ബസിയോ അങ്ങനെയൊക്കെയുള്ള ഷോപ്പിലൊക്കെ പോകാറുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസിനായിരിക്കത്തില്ല മിക്കവാറും പോകുന്നത്, ഇവരുടെ പുതിയ മോഡൽസ് എന്താണ്, ഇതിലിവരെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടായിരിക്കും മോസ്റ്റ്ലി ഞാൻ പോവാറ്. എൻ്റെ സൈസിനനുസരിച്ചുള്ളൊരു ഡ്രസ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ്. ഓൺലൈനിലൊക്കെ നമുക്ക് എക്സ്ട്രാ സ്മോളൊക്കെ ചിലപ്പോൾ കിട്ടും, പക്ഷേ ഇതുപോലെയുള്ള ഷോപ്പിലൊക്കെ പോയാൽ കിട്ടാറില്ല. ഇപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും വയറൊക്കെ ഒരിത്തിരി ഉള്ളതുകൊണ്ടും സ്മോളും ഒരു വിധമൊക്കെ മീഡിയമൊക്കെ ഒത്തുപോകും. ഇപ്രാവശ്യം സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഈ വൈറ്റും ബ്ലൂ ഒക്കെ ആയിരുന്നു കൂടുതലെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ തപ്പി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് എങ്ങനെയോ ഞാൻ കണ്ടുപിടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിൽ സ്മോള് എനിക്ക് സെറ്റായി കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ അതിന് സൂട്ടാവുന്നൊരു പാൻറ്റും കൂടെ, സിഗരറ്റ് പാൻറ്റ് പോലത്തെ ഒരു പാൻറ്റും കൂടെ ഞാൻ തപ്പിയെടുത്തിട്ടുണ്ടായിരുന്നേ. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ മേടിക്കാറുള്ളൂ, കൂടുതലും ഞാനിങ്ങനെ കണ്ട് പോകാനാണ് പതിവ്. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ തയ്ക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മോഡൽസ് എല്ലാം ഞാൻ കണ്ടുവച്ചിട്ട് വീട്ടിൽ പോയി അതുപോലെ ചെയ്യാമെന്നുള്ള പ്ലാനിലൊക്കെ ഇറങ്ങും. സംഭവം നടക്കത്തൊന്നുമില്ല, എന്നാലും ചില പാറ്റേണൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവേ. ഇത് ഞാൻ മേടിക്കാൻ കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. ഞാൻ ഇട്ട് നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അത്യാവശ്യം ആ കളർ എനിക്ക് സൂട്ടാവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അമലേനോട് ഞാൻ സജഷൻ ചോദിച്ചപ്പോൾ അമലേനും പറഞ്ഞു, നിനക്ക് ചേരുന്നുണ്ട്, നീ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ എടുത്തേക്കാം. പൊതുവേ ഞാൻ ഈ സിഗരറ്റ് പാൻറ്റ് പോലെയുള്ള പാൻസ് ഒന്നും ഇങ്ങനെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യത്തില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കൊണഷ്ടം അതിനകത്ത് കാണും. എനിക്കെന്തെങ്കിലും ചിലപ്പം എവിടെയെങ്കിലും പിടുത്തമോ അല്ലെങ്കിൽ ഒരുപാട് ലൂസോ വീണ്ടും ഞാൻ അതിനിട്ട് വീണ്ടും ഓൾട്രേഷൻ ചെയ്യേണ്ട പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെയുള്ളതൊന്നും പ്രിഫർ ചെയ്യത്തില്ല. കൂടുതൽ പലാസോ പാൻറ്റൊക്കെ ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. ഈ സിഗരറ്റ് പാൻറ്റൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ കോമ്പിനേഷനും കംഫർട്ടും ഒക്കെ എനിക്ക് ഒത്തു വന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പോരാത്തതിന് ഞാൻ ലാസ്റ്റായിട്ടൊരു റെഡിമെയ്ഡ് പോലെ മേടിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് മേടിച്ച ആ ഡ്രസ്സാണ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു വൈ നോട്ട്, മേടിച്ചേക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റുഡിയോ പോയത് തന്നെ ഇവരുടെ ഇന്നർ സെക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എനിക്ക് അവരുടെ ആ കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. വേറെ ഉള്ളിടത്ത് പോയാലൊന്നും എനിക്ക് അത്രയും സൂട്ടായിട്ട് കിട്ടാറില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. മസാല ദോശയും വെജ് ബിരിയാണിയും. നട്ടുച്ച നേരത്ത് മസാല ദോശയും കാപ്പിയും കുടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ ഈ ആര്യാസിൻ്റെ ഒരു സ്പെസിഫിക് ടേസ്റ്റ് ഒന്നും അതിനെനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ലാസ്റ്റ് ത്രെഡ് ചെയ്തത്. പിന്നെ പോയി ഞാൻ ത്രെഡ് ചെയ്തു. പിന്നെ ആദ്യമൊരു ഹെയർ കട്ടും കൂടെ വേണമായിരുന്നു, അതും ചെയ്തു. ഈ വീഡിയോ ആക്ച്വലി ഒരു ബാക്ക് ടു ട്രാക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാണ്. ഇതിൽ പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നും ഇല്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. പിന്നെ ഇടയ്ക്കൊരു റിയൽ ലൈഫും ഒക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ശരി, നമ്മുടെ അടുത്ത വീഡിയോയിൽ വേഗം വരാം. അതുവരെയ്ക്കും ടാറ്റാ.